ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു ശിവോതി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ശിവോതിയാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തന്നത്. അവരിങ്ങനെയാണ് ശിവോതി വയ്ക്കാറ്. നമ്മൾ രാവിലെ തന്നെ ദാ മക്കൾ രണ്ടാളും ഇവിടുന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ കളിക്കാം എന്നുള്ള മൂഡിലാണ് രണ്ടാളും എണീറ്റത്. രണ്ടാളും കളിക്കുന്നുണ്ട്. നമ്മളെ ചാരുക്കുട്ടി വേറെ സ്ഥലത്താണ് കളിക്കുന്നത്. പക്ഷേ ചാരുക്കുട്ടീൻ്റെ കളി വേറെയാണ് കേട്ടോ. അപ്പോൾ ചാരുക്കുട്ടി ഇതാ അന്നേനെ കുറേ ടോയ്സ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചാണ് കളിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അന്ന ചേച്ചിയും പാഞ്ഞു വന്നു കേട്ടോ അവളെ കൂടെ കളിക്കാൻ. പിന്നെ ദാ അവർ രണ്ടാളും ചായ ഉണ്ടാക്കുകയോ മന്തി ഉണ്ടാക്കുകയോ എന്തൊക്കെയോ ആണ്. എന്തായാലും ഞങ്ങൾ ഉച്ചത്തെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മധുഹൂത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു സാധനം ഒരു 4-5 പ്രാവശ്യം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇതിന് സാഹസത്തിന് മുതിരുന്നത് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ 2 കുക്കറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. കാരണം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ 2 കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ എന്താ പറയുക ക്യാപ്സിക്കൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മന്തി മസാലയാണ് യൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ മസാല ഞാൻ തന്നെ പൊടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു മസാല ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മധുഹൂത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം മക്കൾക്കും അച്ഛനും ഒക്കെ കൊടുത്തു. എല്ലാവരും കഴിക്കുകയാണ്. ഇന്നിവിടെ ലിയേൻ്റെ അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് എല്ലാവരും കൊടുത്തു. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നമ്മൾ ഒഴികെ ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൈസും ഈ ഒരു ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അന്നയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛനും നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ രണ്ടാമത്തെ കുക്കർ തുറന്നപ്പോൾ ആട്ടോ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളിതാ ഈ കുക്കർ തുറന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ്. സംഭവം സെറ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു റൈസിൽ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയ്ക്ക് ടേസ്റ്റ്. ഇതിൻ്റെ ഒതൻറ്റിക് റൈസിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാനേ പറ്റില്ല. എന്തായാലും നമ്മൾ ഈ ഒരു മന്തി റൈസ് വാങ്ങിച്ചിട്ട് ഇതിലാട്ടോ ഉണ്ടാക്കിയത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ പച്ചമുളകിൻ്റെ ചട്നി ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അന്നത്തെ ദിവസം സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.